ടിക്കറ്റ് ടു ഫിനാലയുടെ ടാസ്ക് ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. എല്ലാവരും കയറി അവരവരുടെ സ്റ്റാൻഡിൽ നിന്ന സമയത്ത് ബിഗ് ബോസ് ബെല്ലടിച്ച സമയത്ത് ഒരു ഗ്രൂപ്പ് ഓഫ് കീസ് ഉണ്ടാവും. ആ കീസിനകത്തുനിന്ന് എല്ലാവരും അവരവരുടെ കീ എടുത്തിട്ട് അത് തുറന്നിട്ട് അടുത്ത കൈ കൊണ്ട് ഹോൾഡ് ചെയ്ത് നിൽക്കുക എന്നുള്ളതാണ് ടാസ്ക്. അപ്പോൾ എല്ലാവരും ഹോൾഡ് ചെയ്ത് നിന്നു. അതിനുശേഷം നമ്മുടെ ബിഗ് ബോസിൻ്റെ ഒരു ടീം അംഗം വന്നിട്ട് മുഖംമൂടിയൊക്കെ ഇട്ടിട്ട് വന്നിട്ട് എല്ലാവരെയും ടെസ്റ്റ് ചെയ്ത് നോക്കി, എല്ലാവരും കറക്റ്റായിട്ടാണോ നിൽക്കുന്നത്, ആരെങ്കിലും ഓപ്പൺ ആയിട്ടുണ്ടോ എന്നൊക്കെ. ഇവിടെ ആര്യൻ്റെ ഇച്ചിരി തുറന്ന സമയത്ത് ഇച്ചിരി ഓപ്പൺ ആയിട്ട് പൗഡർ വീണു. പക്ഷേ അത് ആരും ബിഗ് ബോസ് ആരും കാര്യമായിട്ട് എടുത്തില്ല. എല്ലാവരും പറഞ്ഞു, പക്ഷേ ആരും അത് സീരിയസ് ആയിട്ട് എടുത്തില്ല. അതിനുശേഷം കുറേ നേരം കഴിഞ്ഞു. ഷാനവാസിക്കാണ് ഫസ്റ്റ് കൈ വിട്ടത്. ബിക്കോസ് ഷാനവാസിക്ക് അത്ര നേരം ഹോൾഡ് ചെയ്ത് നിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു. മൂപ്പര് ഇറങ്ങിക്കഴിഞ്ഞിട്ട് നമ്മുടെ ബാക്കിയുള്ളവരെല്ലാം ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങി. കാരണം ആ ബോൾ വെച്ചിട്ട് എറിഞ്ഞ് വീഴ്ത്ത് അവിടെ നിൽക്കുന്ന ആൾക്കാരെ. ഇങ്ങനെ ഷാനവാസിക്ക് എല്ലാവരും എറിയാൻ തുടങ്ങി. എറിഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ നെവിൻ ഇട്ട് കൊണ്ടു. നെവിൻ ഇറങ്ങി വന്നു. കാരണം നെവിന് വേറെ നിവർത്തിയില്ല. കാരണം ഷാനവാസിക്കിടയിൽ നല്ല എറിയും കിട്ടുന്നുണ്ട്. കാരണം നെവിൻ ഇങ്ങനത്തെ ടാസ്കുകളൊന്നും പറ്റത്തില്ല. നെവിൻ ചക്ക വെട്ടിയിട്ട പോലെ വീണു. അതേ അവസ്ഥ തന്നെയായിരുന്നു ഇപ്പോഴും. വീണ് കിടപ്പുണ്ട്. നെവിൻ ഇറങ്ങി വന്നു. നെവിൻ ഇറങ്ങി വന്നിട്ട് ഭയങ്കരമായിട്ട് ടാർഗറ്റ് ചെയ്യുകയാണ്. ആരെയാ? നമ്മുടെ അനുമോളുടെ തൊട്ടടുത്ത് പോയി നിന്നിട്ട് കുറേ ബോളുകൾ വാരി എറിയാണ്. ബിഗ് ബോസ് അനൗൺസ് ചെയ്തിട്ട് പോലും കേൾക്കാതെ നെവിൻ വീണ്ടും എന്ത് വ്യക്തിവൈരാഗ്യം തീർക്കുന്ന പോലെ തൊട്ടടുത്ത് പോയി നിന്ന് എറിയുവാണ്. ഷാനവാസിക്ക് അങ്ങനെ ചെയ്തിട്ടില്ല. ഷാനവാസിക്ക് എല്ലാവരെയും എറിഞ്ഞു. എല്ലാവരെയും എറിയുന്ന കൂട്ടത്തിൽ നെവിൻ ഇറങ്ങി വന്നു. പക്ഷേ നെവിൻ അങ്ങനെയല്ല. നെവിൻ മനഃപൂർവ്വം അനുമോൾ കൈവിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, ഞാൻ കൈവിടത്തൊന്നുമില്ല, നീ എന്നെ മനഃപൂർവ്വം എറിയാൻ നോക്കണ്ട, നീ എന്ത് ചെയ്താലും ഞാൻ കൈവിടത്തില്ലടാ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ആര്യനെ അധികം ആരും ഫോക്കസ് ചെയ്യുന്നില്ല കേട്ടോ. ആര്യൻ്റെ വെടുത്തോട്ട് വരുന്ന പന്തൊക്കെ ആര്യൻ തട്ടി മാറ്റുന്നുണ്ട്. പിന്നെ അനീഷേട്ടനും അതിനുശേഷം മൂന്നാമത് ഇറങ്ങി. അനീഷേട്ടൻ്റെ ദേഹത്ത് ഫുള്ള് ഇത് വീണിട്ട് അനീഷേട്ടനും ഇറങ്ങി. അനീഷേട്ടനും അത്ര നേരം കൈ പിടിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല. അതിനുശേഷം ഈ അനീഷേട്ടനുണ്ടല്ലോ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് ടാർഗറ്റ് ചെയ്തത് നൂറയാണ്. എന്തിനാണ് നൂറെ ടാർഗറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല. പിന്നെ കാരണം ആര്യയാണ് ഫസ്റ്റിൽ നിൽക്കുന്നത്. ഓഫ് കോഴ്സ് ആര്യനെ മാത്രം ടാർഗറ്റ് ചെയ്യാൻ പറയുന്നില്ല, അക്ബറിനെ ആരും ചെയ്യുന്നില്ല. എല്ലാവരും നെവിൻ കംപ്ലീറ്റ്ലി അനുമോളെയും നമ്മുടെ ഷാനവാസ് ജസ്റ്റ് ഈ ഒരു പ്രോബ്ലം കഴിഞ്ഞതിന് ശേഷം, ആദ്യത്തെ ഒരു എറിയൽ കഴിഞ്ഞതിന് ശേഷം ബോളെല്ലാം പിറക്കാൻ പോയി. അപ്പോൾ ഈ അനീഷേട്ടൻ വന്നിട്ട് നൂറെ ഫോക്കസ് ചെയ്തിട്ട് നൂറയുടെ ആ ഒരു മുകളിലത്തെ ആ ഒരു പോർഷൻ ഫുള്ള് ബോളിട്ട് നിറച്ചിരിക്കുക കാണാൻ പറ്റും. കാരണം ഓരോ ബോൾസ് അപ്പം വെയിറ്റ് കൂടുമ്പോൾ കൈക്ക് ഭാരം തോന്നത്തില്ലേ, കൈവേദന എടുക്കത്തില്ല. അത് നൂറ് ഫസ്റ്റ് അടിക്കുന്നുണ്ട്. പുള്ളിക്ക് എന്താ പ്രശ്നം എനിക്ക് മനസ്സിലാവുന്നില്ല. പുള്ളി ഭയങ്കരമായിട്ട് നൂറേനെ ടാർഗറ്റ് ചെയ്തിട്ട് നൂറെ അവിടെ നിറക്കാൻ വേണ്ടി അവിടെ നിന്ന് നൂറയുടെ ബോൾ ഫുൾ അതിനകത്തോടെ നൂറയ്ക്ക് നല്ല കൈവേദന എടുക്കുന്നുണ്ട്. അക്ബറിനെ ആരും അധികം ഫോക്കസ് ചെയ്യുന്നില്ല, നമ്മുടെ ആര്യനെ ഫോക്കസ് ചെയ്യുന്നില്ല. ശരിക്കും ഈ ഷാനവാസിക്ക് ചെയ്യേണ്ടത് എന്താ? ആര്യനും അക്ബറിനൊക്കെ അവരെല്ലാം മുന്നിൽ നിൽക്കുന്നത്, അവരെല്ലാം ഫോക്കസ് ചെയ്യേണ്ടത്. അനീഷാണെങ്കിൽ പോലും അത് ചെയ്യുന്നില്ല. നൂറേ മുന്നിൽ നിൽപ്പാണ്. ഇപ്പോൾ നൂറേനെ തോൽപ്പിക്കാൻ നോക്കുന്നത് എന്തിനാണ്? അനീഷിന് എന്താണ് ഒരു വ്യക്തി വൈരാഗ്യം എന്ന് മനസ്സിലാവുന്നില്ല. അപ്പം നമ്മുടെ നെവിൻ ഫോക്കസ് ചെയ്യുന്നത് അനുമോളെയും അനീഷേട്ടൻ ഫോക്കസ് ചെയ്യുന്നത് ഇപ്പം നൂറേയുമാണ്. ഷാനവാസിക്ക് ഇപ്പോൾ ആരെയും തൽക്കാലം ചെയ്യുന്നില്ല. ഷാനവാസിക്ക് ബോൾ പെറക്കിക്കൊണ്ട് കൊടുക്കുക ഇപ്പം ചെയ്യുന്നത്. ഇപ്പം മൊത്തത്തിൽ ഇറങ്ങിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഷാനവാസിക്ക, നെവിന്, അനീഷേട്ടൻ ഇത്രയും പേരാണ് ഇപ്പം ടാസ്കിനകത്തുനിന്ന് ക്വിറ്റ് ചെയ്ത് ഇറങ്ങിയിരിക്കുന്നത്. ബാക്കിയുള്ളവരുടെ അപ്ഡേറ്റ്സുമായിട്ട് ഉടനെ വരാം.